ഗൈസ് നമസ്കാരം. ഇന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന എയറോസ്പേസ് പാർക്കാണ്. ഇവിടെ KDB എയറോസ്പേസ് പാർക്ക് എന്ന് പറയുന്ന ഒരു ദേവനഹള്ളിയിലൊരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. അപ്പോൾ അവിടെ തൊഴിൽ അവസരങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ എയർബസ്, അതുപോലെ ബോയിങ്, പിന്നെ കുറേ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കമ്പനികൾ, കുറേ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ തൊഴിൽ സാധ്യതകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇത് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾ ജോലി നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും. അങ്ങനെ രാവിലെ തന്നെ എൻ്റെ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് നേരെ എൻ്റെ കാർ പാർക്കിങ്ങിലേക്ക് പോയി. തുടർന്ന് കാറെടുത്ത് ബാംഗ്ലൂരിലെ കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ അടുത്തുള്ള KDB എയറോസ്പേസ് പാർക്ക് ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. KDB എയറോസ്പേസ് പാർക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എയറോസ്പേസ് ആൻഡ് ഏവിയേഷൻ ഹബ്ബാണ്. വിമാനങ്ങൾ, ഡിഫൻസ്, സ്പേസ് ടെക്നോളജി, അഡ്വാൻസ് എഞ്ചിനീയറിംഗ് എന്നീ തുടങ്ങിയ ബന്ധപ്പെട്ട് നിരവധി കമ്പനികളും അത് പ്രവർത്തിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളാണ് നിക്ഷേപനം സൃഷ്ടിക്കുന്ന ഈ ഒരു വലിയ വ്യവസായ മേഖലയാണ്. ലോകത്തിലെ പ്രമുഖ എനർജി കമ്പനിയായ ഷെല്ല്, ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടോമോട്ടീവ് സേഫ്റ്റി സൊല്യൂഷൻ കമ്പനിയായ ഓട്ടോലിവ്, അതുപോലെ തന്നെ ജർമ്മൻ ആസ്ഥാനമായിട്ടുള്ള TUV SUV, പിന്നെ അടുത്തത് ഞാൻ സന്ദർശിച്ചത് ബോയിങ് ഇന്ത്യ ആയിരുന്നു. ലോക പ്രശസ്ത എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് കമ്പനിയാണ്. തന്നെ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിലെ പ്രശസ്ത കമ്പനിയായ സെൻഡം ഇലക്ട്രോണിക്സ്, പിന്നെ മോലക്സ്, ലോകത്തിലെ ഏറ്റവും വലിയ എന്റർപ്രൈസ് സോഫ്റ്റ്വെയർ കമ്പനിയായ SAP ഇന്ത്യ. അടുത്ത് എൻ്റെ വീഡിയോകളിൽ ഈ കമ്പനികളുടെ ഓരോരുത്തരെയും പ്രത്യേകം പരിചയപ്പെടുത്തുകയും അവർ എന്താണ് നിർമ്മിക്കുന്നത്, ലഭ്യമായ ജോലി അവസരങ്ങൾ, ആവശ്യമായ യോഗ്യതകൾ, ശമ്പള സാധ്യതകൾ, എങ്ങനെ അപേക്ഷിക്കാം എന്നിവയെക്കുറിച്ച് വിശദമായി പങ്കുവെക്കുന്നതായിരിക്കും. അതുകൊണ്ട് എൻ്റെ ചാനൽ സർക്യൂട്ട് ഡാഡി സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു രസകരമായ യാത്ര കാണാം. നന്ദി.